ഹായ് ഹലോ നമസ്കാരം. മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിലിമോറയിൽ എങ്ങനെയാണ് ഒരു റീൽ എഡിറ്റ് ചെയ്യുക എന്നാണ് പഠിക്കാൻ പോകുന്നത്. ഒത്തിരി കമൻറ്റുകളായി റീൽ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യാമെന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചു വരുന്നത്. ഒത്തിരി കമൻറ്റൊന്നും ഇല്ല കേട്ടോ, പറയുന്നുണ്ട്. ഇനി ഒരുപാട് കമൻറ്റ് വരണമെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണം. ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്യണം. നല്ല മഴയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ സൗണ്ടിൽ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. കാരണം മഴ ഇപ്പോൾ നല്ലതുപോലെ എല്ലായിടത്തും പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോനെ കുറിച്ച് പറയാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു റീൽ എഡിറ്റിംഗ് ആണെന്ന് ഞാൻ പറഞ്ഞു. കൂടാതെ കീ ഫ്രെയിം എങ്ങനെ യൂസ് ചെയ്യും, ഇതുവരെ നമ്മൾ കീ ഫ്രെയിം എങ്ങനെ യൂസ് ചെയ്യുന്നത് കാണിച്ചിട്ടില്ല. അപ്പോൾ കീ ഫ്രെയിം എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് കാണിക്കാം. അതോടൊപ്പം തന്നെ സ്പീഡ് റാമ്പിങ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കാണിക്കാം. എന്നെക്കുറിച്ച് ഞാൻ ഇതുവരെ പരിചയപ്പെടുത്തിയില്ല. എൻ്റെ പേര് വിപിൻ എന്നാണ്. സ്വദേശം ചാലക്കുടിയാണ്. എൻ്റെ സംസാരം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ചാലക്കുടിക്കാരനാണ്. കൂടാതെ ഞാനൊരു മ്യൂസിഷ്യനാണ്, ഗിറ്റാറിസ്റ്റാണ്, ടാറ്റു ആർട്ടിസ്റ്റാണ്, ഗ്രാഫിക് ഡിസൈനറാണ്. ഇത്രയും മേഖലകളിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായി ഫിലിമോർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇൻസ്റ്റാഗ്രാം റീലാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 9:16 എന്ന് പറഞ്ഞ റേഷ്യോ ആണ് ഇൻസ്റ്റാഗ്രാം റീലിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് സ്റ്റാർട്ട് കൊടുക്കാം. ഇതിൽ എങ്ങനെയാണ് ക്ലിപ്സ് ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടി കാണിക്കാം. ഇമ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ആവശ്യമായ ക്ലിപ്പ് സെലക്ട് ചെയ്യാം. ഇത് എൻ്റെ സിസ്റ്ററുടെ കല്യാണത്തിന് ഞാൻ ജസ്റ്റ് മൊബൈലിൽ എടുത്തിട്ടുള്ള കുറച്ച് ക്ലിപ്പാണ്. ഒരുപാട് ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല. ഞാൻ ക്ലിപ്സ് എല്ലാം ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഈ ടൈം ലൈൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത്രയും കൂടിയും വലുതായിട്ട് ഇവിടെ സ്ക്രീൻ കാണുന്ന രീതിയിലാണ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത് എങ്ങനെയാണ് മാറ്റണത് എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി കാണിക്കാം. ജസ്റ്റ് ഇവിടെ ലേഔട്ട് മോഡിൽ പോവാം. ഇതിനകത്ത് ഷോർട്ട് വീഡിയോ എന്നുള്ള ഈ ഒരു സെക്ഷൻ സെലക്ട് ചെയ്താൽ മതി. ഇതിനകത്ത് കുറച്ച് ക്ലിപ്പുകൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഏത് ക്ലിപ്പ് എത്രയും ലെങ്ത് വേണം എന്നുള്ളത് നമുക്കിവിടെ അറേഞ്ച് ചെയ്യാം. ആദ്യം അത് കുഴപ്പമില്ലാന്ന് തോന്നും. അപ്പോൾ നമുക്ക് അതിൽ എത്രയും ഭാഗമാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അത് മാത്രം ഒന്ന് സെലക്ട് ചെയ്യാം. എനിക്ക് ഇവിടെ മുതൽ മതി എന്നാണ് തോന്നണേ. ഇവിടെ മുതൽ മതി. അപ്പോൾ ഞാൻ ഷോർട്ട് കട്ടാണ് എൻ്റർ ചെയ്യണത്. ഇവിടെ ഈ ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നില്ല. ഷോർട്ട് കട്ട് ഇന്ന് സെലക്ട് ചെയ്യാനായിട്ട് ഐയും അതുപോലെ തന്നെ ഔട്ട് സെലക്ട് ചെയ്യാനായിട്ട് ഓയുമാണ്. ഓക്കെ, ഇവിടെ വരെ മതി. ഓ പ്രസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ക്ലിപ്പിനെ ഇവിടെ പിടിച്ച് ഡ്രാഗ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇവിടെ പിടിച്ച് ഡ്രാഗ് ചെയ്തിട്ടോ നമ്മുടെ ടൈം ലൈനിലേക്ക് കൊണ്ടുവരാം. പ്രൊജക്റ്റ് സെറ്റിങ്സ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റ് സെറ്റിങ്സ് വേണോ അല്ലെങ്കിൽ വീഡിയോൻ്റെ പ്രൊജക്റ്റ് സെറ്റിങ്സ് വേണോ എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഈ ടൈം ലൈനിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്രൊജക്റ്റ് സെറ്റിങ്സ് മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ കീപ്പ് പ്രൊജക്റ്റ് സെറ്റിങ്സ് എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം അടുത്ത വീഡിയോ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഫസ്റ്റ് ഭാഗം കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഭാഗം ഒന്ന് എടുക്കാം നമുക്ക്. ഇവിടെ മുതൽ മതി. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ വീണ്ടും ഐ ക്ലിക്ക് ചെയ്ത് ഇന്ന് സെലക്ട് ചെയ്തു. ഇവിടം വരെ മതി. ഞാൻ ഓ പ്രസ് ചെയ്യാണ്ട് വീണ്ടും ക്ലിപ്പ് ഇവിടെ നിന്നാണ് ഡ്രാഗ് ചെയ്യണത്, അല്ലെങ്കിൽ ഇവിടെ നിന്നായാലും ഡ്രാഗ് ചെയ്യാം, കുഴപ്പമില്ല. ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് പിടിച്ച് ഡ്രാഗ് ചെയ്ത് നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ക്ലിപ്പ് വെച്ചിട്ടാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഒത്തിരി നല്ല ഒരു എഡിറ്റിംഗ് ഒന്നും ആയിരിക്കില്ല. നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി മാത്രം എഡിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. എല്ലാ ക്ലിപ്പിനെയും ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഞാനിതൊന്ന് മ്യൂട്ട് ചെയ്യുകയാണ്. എങ്ങനെയാണ് മ്യൂട്ട് ചെയ്യുന്നത് എന്ന് കാണിച്ചു തരാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് മ്യൂട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ
ഇതിൻ്റെ ഷോർട്ട് കട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. കൺട്രോൾ ഷിഫ്റ്റ് എം ആണ് അതിൻ്റെ ഷോർട്ട് കട്ട്. അല്ലെങ്കിൽ ഇതേപോലെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് മ്യൂട്ട് ക്ലിക്ക് ചെയ്താൽ മതി. ഇത്രയും ക്ലിപ്പാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ക്ലിപ്പിനെ നമുക്ക് അറേഞ്ച് ചെയ്യാം, എങ്ങനെയൊക്കെ വേണമെന്ന് പ്ലാൻ ചെയ്യാം. എനിക്ക് ഈ ഒരു ഫസ്റ്റത്തെ ക്ലിപ്പ് വേണ്ട, അപ്പോൾ അതിനൊന്ന് സെലക്ട് ചെയ്യാം. ഇവിടെ ഡിലീറ്റ് ബട്ടൺ ഉണ്ട്, അല്ലെങ്കിൽ മാനുവലി നമ്മുടെ കീബോർഡിലുള്ള ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്താലും മതി. ഡിലീറ്റ് പ്രസ് ചെയ്തപ്പോൾ കണ്ടോ ഇവിടെ ഗ്യാപ്പ് വന്നുണ്ടോ? അപ്പോൾ ഇത് പോകാനായിട്ട് എന്താ ചെയ്യാമെന്ന് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ഡിലീറ്റ് പ്രസ് ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യണ്ടേ, ഇത് ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ ബട്ടൺ ഒന്ന് ആക്റ്റീവ് ആക്കി വയ്ക്കുക. അതിന് ശേഷം സെലക്ട് ചെയ്യുക, ഡിലീറ്റ് പ്രസ് ചെയ്യുക. കണ്ടോ ഗ്യാപ്പൊന്നും ഇല്ലാതെ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ക്ലിപ്പ് മുതലാണ് ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. ഒന്നും കൂടി ഞാൻ നോക്കുകയാണ് എനിക്ക് ഏതൊക്കെ ക്ലിപ്പ് വേണം, ഇതിനകത്ത് എവിടെ തൊട്ട് വേണം എന്നുള്ളത് ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോകണം. അപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു ഈ ഒരു പോർഷൻ ഫ്രണ്ടിൽ വന്നാൽ ഇത്രയും കൂടി നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നാം. അപ്പോൾ ഈ ക്ലിപ്പിനെ നമുക്ക് ഫ്രണ്ടിലേക്ക് എടുത്ത് വെക്കണ സമയത്ത് ഈ ക്ലിപ്പിനെ ഇങ്ങനെ മുകളിലേക്ക് എടുത്ത് വെച്ച് അതിനുശേഷം ഈ ക്ലിപ്പിനെ ഇങ്ങനെ ബാക്കിലേക്ക് വെച്ചിട്ട് ഈ ക്ലിപ്പിനെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വയ്ക്കുക. അങ്ങനെ ചെയ്യുക ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. അപ്പം അതിന് ഉള്ള കൺട്രോൾ സെറ്റ് അടിക്കണേ. ഈ ബട്ടൺ ഓൺ ആണോ എന്ന് ശ്രദ്ധിക്കുക. ഇത് ഓണാക്കി വെച്ചതിന് ശേഷം ഏത് ക്ലിപ്പിനെയാണോ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യേണ്ടത് ആ ക്ലിപ്പിനെ സെലക്ട് ചെയ്ത് ഷിഫ്റ്റ് ബട്ടൺ ഞെക്കി പിടിച്ചതിന് ശേഷം ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തിടും. അപ്പോൾ എന്താ സംഭവിച്ചത്, നമ്മളുടെ ഇവിടെ കിടന്നിരുന്ന ക്ലിപ്പ് ഫ്രണ്ടിലേക്ക് പോയി, ഫ്രണ്ടിൽ കിടന്നിരുന്ന ക്ലിപ്പ് ബാക്കിലേക്ക് പോകും. ഇത് ഓണാക്കി വെച്ചില്ലെങ്കിൽ നമുക്ക് ഷിഫ്റ്റ് ഞെക്കി പിടിച്ച് ഇതേപോലെ ഡ്രാഗ് ചെയ്തിടാൻ പറ്റില്ല കേട്ടോ. അതുകൂടി ശ്രദ്ധിക്കുക. ഇത് ഓണാണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം ഈ ഒരു ഐഡിയ നടക്കണം. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ക്ലിപ്പ് ഫ്രണ്ടിൽ കിടന്നിരുന്ന ക്ലിപ്പ് ബാക്കിലും എത്തിയിട്ടാണ്. ഇതിന് ശേഷം ഞാൻ അടുത്ത ക്ലിപ്പ് കൂടി പരിശോധിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുകയാണ് ഈ കാറ് ഇത്രയും റിവീൽ ചെയ്യുന്നതിന് മുമ്പ് ഒരു ക്ലോസ് അപ്പ് ഷോട്ടും കൂടി നന്നായിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ വീണ്ടും ഈ ബട്ടൺ ഓൺ ചെയ്ത് വെച്ചു. ഈ ബട്ടനെ ഒന്ന് ഷിഫ്റ്റ് ഞെക്കി പിടിച്ച് ഡ്രാഗ് ചെയ്തു ഫ്രണ്ടിലേക്ക്. ബസ് അപ്പോൾ കണ്ടോ ഈ ക്ലിപ്പിന് ശേഷമാണ് ഈ ക്ലിപ്പ് വന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. കാരണം കാറ് ഫസ്റ്റ് തന്നെ കുറച്ച് കാണിച്ചു, അത് കഴിഞ്ഞിട്ട് കാറിൻ്റെ അടുത്ത ഭാഗം കാണിച്ചു, പിന്നീട് ഇതും കാണിച്ചു. ഓക്കെ, അപ്പോൾ അതിൽ എനിക്കൊരു കാര്യം മനസ്സിലായത് ഇത് രണ്ടും ഏകദേശം ഒരുപോലെയുള്ള ക്ലിപ്പാണ്. അപ്പോൾ ഈ ക്ലിപ്പ് എനിക്ക് വേണ്ട, അത് ഞാൻ റിമൂവ് ചെയ്തു. ഈ ബട്ടൺ ഓൺ ആയതുകൊണ്ട് തന്നെ റിമൂവ് ചെയ്യുമ്പോൾ ബാക്കി എല്ലാ ക്ലിപ്പും ഫ്രണ്ടിലേക്ക് കയറിയിരിക്കും. കേട്ടോ, ഇപ്പോൾ ഈ കാർ ഒരു ഹാഫ് റിവീൽ ചെയ്തു, അതിനുശേഷം ആ ഫ്ലവർ ഒന്ന് റിവീൽ ചെയ്തു, അതിനുശേഷം കാർ ഇത്രയും കൂടി ഫുള്ളായിട്ട് റിവീൽ ചെയ്തു, പിന്നെ ഫുള്ളായിട്ട് കാറും റിവീൽ ചെയ്തു. ഇത്രയും ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് ഈ കാണുന്ന ക്ലിപ്പുകളെല്ലാം ഒന്ന് ബാക്കിലേക്ക് ഇറക്കി വയ്ക്കുന്നുണ്ട്. ഈ ക്ലിപ്പിനെ ഞാൻ ഉദ്ദേശിക്കുന്നത് സ്പീഡിൽ വന്നിട്ട് സ്ലോ ആയിട്ട് വീണ്ടും സ്പീഡിൽ പോകാം. ഇങ്ങനെയുള്ള സെക്ഷനെ പറയുന്ന പേരാണ് റാമ്പിങ്, സ്പീഡ് റാമ്പിങ്. അപ്പോൾ ഞാൻ ഈ വീഡിയോനെ അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആ വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ വീഡിയോ ഓഡിയോ കളർ എന്ന് പറയുന്ന സെക്ഷനിൽ തന്നെയാണ് ലാസ്റ്റ് സ്പീഡ് എന്ന് പറഞ്ഞ് കിടക്കുന്നത്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ സബ് മെനു ആയിട്ട് വന്നിട്ടുണ്ട് യൂണിഫോം സ്പീഡ് റാമ്പിങ്. പ്രീമിയർ പോലുള്ള ആപ്ലിക്കേഷനിലൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ റാമ്പിങ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു. ബുദ്ധിമുട്ടല്ല, ഇത്തിരി കുറച്ച് സമയം പോകുന്ന ഒരു കാര്യമാണ്. ഇതിൽ വളരെ ഈസി ആയിട്ട് അവർ ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പീഡ് റാമ്പിംഗ് എന്നുള്ള ഈ സെക്ഷനിൽ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. അതിന് മുമ്പ് ഒരു കാര്യം പറയാം, യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോനെ സ്ലോ ആക്കുകയാണെങ്കിൽ വീഡിയോ വളരെ സ്ലോ ആയിട്ട് ഇതുപോലെ വർക്ക് ചെയ്യും. അല്ല സ്പീഡ് കൂട്ടണം എന്നുണ്ടെങ്കിൽ കൂട്ടി വെച്ചാൽ അത് ഭയങ്കര സ്പീഡിൽ ഇതുപോലെ പോകും, ഒരേ സ്പീഡിൽ പോകും. നമ്മളിതിൽ സ്പീഡ് റാമ്പിംഗ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഞാൻ റീസെറ്റ് ചെയ്തു. അതുപോലെ ഒരു കാര്യമാണ്, ഇതിപ്പോൾ കൂട്ടി വെച്ചു,
നമുക്കത് കുറയ്ക്കണമെങ്കിൽ ഇത് വീണ്ടും ഈ സ്ലൈഡർ നീക്കി 0 ആക്കണം അല്ലെങ്കിൽ 1 ആക്കേണ്ട ആവശ്യമില്ല. ഇവിടെ മുകളിൽ റീസെറ്റ് ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. കണ്ട പഴയ പോലെയായി 1ലേക്ക് തിരിച്ചു വന്നു. സ്പീഡ് റാമ്പിംഗ് എന്ന് പറഞ്ഞ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് കുറേ പ്രീസെറ്റുകളുണ്ട്. കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന പ്രീസെറ്റുകളാണ്. ഇപ്പോൾ മോണ്ടേജ് എന്ന് പറയുന്ന ഈ ഒരു പ്രീസെറ്റ് എടുത്ത് കാണിക്കാം. ജസ്റ്റ് എടുത്ത വശം ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ഗ്രാഫ് വന്നിട്ടുണ്ട്. ഈ ഗ്രാഫ് എന്ന് പറയുന്നത് ഈ സെൻറ്ററിൽ കാണുന്നത് ഈ 1x എന്ന് പറയുന്ന ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോൻ്റെ നോർമൽ സ്പീഡാണ്. അതുപോലെ 5x ഉണ്ട്, 10x ഉണ്ട്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഗ്രാഫിൻ്റെ ഏത് ഭാഗത്താണോ നമ്മൾ മുകളിലേക്ക് കയറ്റി വയ്ക്കുന്നത് ആ ഭാഗം സ്പീഡുള്ളതും താഴത്തേക്ക് നീക്കി വയ്ക്കുന്ന ഭാഗം വളരെ സ്ലോ ആയിട്ടും പോകും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞാൻ മോണ്ടേജ് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. കണ്ട, അതായത് പതുക്കെ വന്നിട്ട്, പതുക്കെ എന്ന് പറഞ്ഞാൽ നോർമൽ സ്പീഡിലാണ് ഇവിടെ കിടക്കുന്നത്. നോർമൽ സ്പീഡിൽ വന്നിട്ട് സ്പീഡ് കൂടിയിട്ട് വീണ്ടും സ്പീഡ് കുറഞ്ഞിട്ട് നോർമൽ സ്പീഡിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്തത്. അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? അല്ലല്ലോ. നമുക്ക് നമ്മുടെ സ്വന്തമായ രീതിയിൽ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കസ്റ്റമൈസ് എന്ന് പറയുന്ന ഈ ടാബ് ക്ലിക്ക് ചെയ്യാം. അതിന് ശേഷം നമുക്ക് എവിടെയാണോ ഞാൻ ആദ്യം പറഞ്ഞത് സ്പീഡിൽ വരണം എന്നാണ്. അപ്പോൾ സ്പീഡിൽ വരാനായിട്ട് ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് ഇതാ ഞാൻ മുകളിലേക്ക് നീക്കി വെച്ചു. അപ്പോൾ അവിടെ സ്പീഡ് കൂടി. അതിനുശേഷം ഞാൻ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാണ്. എവിടെ മുതലാണ് എനിക്ക് സ്ലോ ആക്കേണ്ടത് നോക്കാം. കേട്ടോ, ഇവിടെ മുതൽ എനിക്ക് സ്ലോ ആക്കിയാൽ മതി. അപ്പം ഞാൻ എന്താ ചെയ്യുക, ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു നോഡ് ആഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഒരു നോഡ് ആഡ് ആവും. അതിന് പിടിച്ച് പതുക്കെ ഒന്ന് താഴത്തേക്ക് നീക്കി വെച്ചു. ഒരു 0.5 നീക്കി വെച്ചു. ഇപ്പം എന്താ സംഭവിച്ചത് നോക്കാം. പ്ലേ ചെയ്തു. കണ്ടോ, സ്ലോ ആയി. എനിക്ക് ഇത്രയും കൂടി സ്ലോ ആണ്. അപ്പം ഞാൻ കുറച്ചും കൂടി അത് താഴത്തേക്ക് നീക്കി വെച്ചു. ഇപ്പം എന്തായി നോക്കാം. ഇങ്ങനെ വന്നു, ഇവിടെ സ്ലോ ആയി, വീണ്ടും സ്പീഡായിട്ട് പോയി. ഇങ്ങനെ വന്നു, സ്ലോ ആയി. കുറച്ചും കൂടി ഏരിയ എനിക്ക് സ്ലോ ആയിട്ട് കിട്ടണം. അപ്പോൾ എനിക്ക് ഏകദേശം ഇവിടെ വരെ സ്ലോ ആയിട്ട് കിട്ടണം. അപ്പോൾ ഞാൻ തൊട്ടടുത്തുള്ള ഈ നോഡിനെ പതുക്കെ ഒന്ന് താഴത്തേക്ക് ഇറക്കി വെച്ചു. ഇതാ ഇപ്പം എന്താ സംഭവിച്ചെന്ന് നോക്കാം. കണ്ട, ഒത്തിരി സ്ലോ ആയിട്ട് നോർമൽ സ്പീഡിലേക്ക് തിരിച്ചു പോകണം ചെയ്തത്. നമുക്ക് ഇത്തിരി സ്പീഡിൽ തിരിച്ചു പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ നോഡിനെ പതുക്കെ ഒന്ന് ഞാൻ മുകളിലേക്ക് ഉയർത്താണ്. ഇതാ എന്താ സംഭവിക്കുക, ഇപ്പോൾ സ്ലോ ആയി സ്പീഡിൽ പോയി. ഇപ്പോൾ നിങ്ങൾക്ക് സ്പീഡ് റാമ്പിങ്ങിനെ കുറിച്ചൊരു ചെറിയൊരു ധാരണയായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കണ്ട, സ്ലോ ആയി സ്പീഡിൽ പോയി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇത് സ്വന്തമായിട്ടുള്ള ഐഡിയാസാണ്, പക്ഷെ അത് ഒരു പരിധി വരെ നല്ല ഒരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നണില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയയിൽ ചെയ്യാം. ഞാൻ എൻ്റെതായ രീതിയിൽ ചെറുതായിട്ട് കാണിച്ചു തരാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഈ ഒരു ക്ലിപ്പിനെ ഞാനൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് Ctrl+D അടിക്കാം. Ctrl+D എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അല്ലെങ്കിൽ ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്താലും നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, അത് ചെയ്താലും മതി. ഞാൻ ആ ക്ലിപ്പിനെ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. കണ്ടോ, അത് കഴിഞ്ഞിട്ട് ഈ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ക്ലിപ്പ് എങ്ങനെയാണ്, സാധാരണ ഈ ക്ലിപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഈ ക്ലിപ്പും വർക്ക് ചെയ്യുന്നത്. ഞാൻ ആ ക്ലിപ്പിനെ റിട്ടേൺ ചെയ്യാൻ പോവാം, അതായത് തിരിച്ചിടാൻ പോവാം. അപ്പോൾ ആ ക്ലിപ്പിനെ ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുക. ഈ സ്പീഡ് എന്ന് പറയുന്ന സെക്ഷനിൽ യൂണിഫോം സ്പീഡ് എന്ന് പറയുന്ന സെക്ഷനിലാണ് ഉള്ളത്. റിവേഴ്സ് സ്പീഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തപ്പോൾ എന്തായി, ഇങ്ങോട്ട് വന്ന അതേ സ്പീഡിൽ തന്നെ തിരിച്ചു. പക്ഷെ അപ്പം അതിനകത്തൊരു കുഴപ്പമുണ്ട്. സ്പീഡ് റാമ്പിംഗ് എന്ന് പറഞ്ഞത് പോയി, പകരം യൂണിഫോം സ്പീഡ് നോർമലിലാണ് ഇത് വർക്ക് ചെയ്യണത്. എനിക്ക് അങ്ങനെയാണോ വേണ്ടത്? അല്ല, നമ്മൾ ഇട്ടിട്ടുള്ള സെയിം കാര്യം തന്നെ നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടി എന്താ ചെയ്യുക, ഞാൻ Ctrl+Z അടിക്കുകയാണേ. ഇതാ ഇപ്പോൾ സ്പീഡ് റാമ്പിംഗ് നമ്മൾ ചെയ്തു വെച്ച പോലെ എടുക്കുന്നുണ്ട്, ഒരേപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ക്ലിപ്പ് യൂണിഫോം സ്പീഡിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട്
ഈ ക്ലിപ്പിനെ ആദ്യം ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾക്ക് വേണ്ടത് ക്രിയേറ്റ് കോമ്പൗണ്ട് ക്ലിപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ Alt+G അടിച്ചാലും മതി. ക്രിയേറ്റ് കോമ്പൗണ്ട് ക്ലിപ്പ്, അതായത് പ്രീമിയർ പോലുള്ള സോഫ്റ്റ്വെയറിൽ അതിനകത്ത് നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അതേപോലെ ഒരു ഓപ്ഷനാണ് ഇതിനകത്ത് ക്രിയേറ്റ് കോമ്പൗണ്ട് ക്ലിപ്പ് എന്ന് പറയുന്നത്. ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക. കണ്ടോ? അപ്പോൾ അതിലൊരു പേര് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ പ്രത്യേകിച്ച് പേരൊന്നും കൊടുക്കുന്നില്ല, കാരണം ഇതിങ്ങനെ മതി എന്ന് വിചാരിച്ചിട്ട് കോമ്പൗണ്ട് ക്ലിപ്പ് 1 എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. ഓക്കെ പ്രസ് ചെയ്യാം. ഇപ്പം എന്താ സംഭവിച്ചത്? നമ്മുടെ ക്ലിപ്പിൻ്റെ കളറൊക്കെ മാറി. അതായത് ഇത് നമ്മുടെ മെയിൻ ടൈം ലൈനാണ്. ഇത് കൂടാതെ ഈ ക്ലിപ്പ് ഇൻഡിവിജ്വലായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അത് എങ്ങനെയാണ്? ഇവിടെ കണ്ടോ, മെയിൻ ടൈം ലൈൻ എന്ന് പറഞ്ഞു കൊടുത്ത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത കോമ്പൗണ്ട് ക്ലിപ്പ് കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്ലിപ്പ് മാത്രം ഈ ഒരു പുതിയൊരു വിൻഡോയിൽ കാണാം. ഇതിനകത്ത് നമ്മൾ എന്ത് വ്യത്യാസങ്ങൾ വരുത്തുന്നുണ്ടോ ഈ വ്യത്യാസങ്ങളെല്ലാം തന്നെ ഈ കാണുന്ന മെയിൻ വിൻഡോയിൽ കിടക്കുന്ന ക്ലിപ്പിൽ വരും. ഇത്തിരി ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടാവും. കുഴപ്പമില്ല, അത് വളരെ സിമ്പിൾ തന്നെയാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് കോമ്പൗണ്ട് ക്ലിപ്പ് ആക്കിയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഈ ക്ലിപ്പിനെ ഇനി ഒന്ന് റിവേഴ്സ് ചെയ്ത് നോക്കാം എന്താ സംഭവിക്കണമെന്ന്. ഇവിടെ ക്ലിക്ക് ചെയ്തു, ക്ലിപ്പിനെ ഒന്ന് സെലക്ട് ചെയ്തു, യൂണിഫോം സ്പീഡിലേക്ക് പോയി. ഇവിടെ റിവേഴ്സ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഈ ബട്ടൺ ഓൺ ആക്കി. ഇപ്പോൾ സംഭവിച്ച എന്താ കാര്യമാണെന്ന് നോക്കാം. കണ്ടോ? സെയിം തന്നെ. അതായത് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള സ്പീഡ് റാമ്പിങ് പോയിട്ടുമില്ല, അതാ റിവേഴ്സ് സ്പീഡ് നമുക്ക് കിട്ടുകയും ചെയ്തു. കണ്ടോ? ബൂമറാങ് എഫക്റ്റ് ആണത്. അതായത് പോയതുപോലെ തിരിച്ചു വരാം. കണ്ടോ? കണ്ടോ? സെയിം. അപ്പോൾ ഞാനിത് ഇത്രയും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ക്ലിപ്പിനെ ഞാൻ ഇങ്ങോട്ട് നീക്കി വയ്ക്കുകയാണ്. അവിടെ നീക്കി വയ്ക്കുമ്പോൾ വേണ്ട, സ്നാപ്പ് ചെയ്യണില്ല. എന്തുകൊണ്ടാണ്? ഇവിടെ ഈ സ്നാപ്പിംഗ് ഓൺ ആക്കിയിട്ടില്ല. സ്നാപ്പിംഗ് ഓൺ ആക്കി വെച്ചു. ഇതാ സ്നാപ്പ് ചെയ്യും. ഇനി അടുത്ത ക്ലിപ്പ് നമ്മൾ പരിശോധിക്കുകയാണ്. ഇവിടെ വരെ മതി. സെയിം കാര്യം നമ്മൾ ഇവിടെയും ചെയ്യാൻ പോവാണ്. ഒരു സ്പീഡ് റാമ്പിങ് ചെയ്യാൻ പോവാണ്. ഇവിടെ തൊട്ടൊന്ന് പ്ലേ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വന്നു, റിട്ടേൺ ബൂമറാങ് എഫക്റ്റിൽ പോയി, വീണ്ടും ഈ ക്ലിപ്പ് വന്നു, ഈ ക്ലിപ്പ് തിരിച്ചു വന്നു. ഇനി അടുത്ത ക്ലിപ്പ് നമ്മൾ എടുക്കുകയാണ്. ഈ ക്ലിപ്പിൽ നമ്മൾ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കാണിക്കും. ഇതാ, അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഇതിങ്ങനെ സൂമായിട്ട് ഇവിടം വരെ സൂമായിട്ട് പോകണം. എന്നാൽ ഇത്ര സ്പീഡ് വേണ്ട. അപ്പം അതുകൊണ്ട് തന്നെ ഈ ക്ലിപ്പിന് സെലക്ട് ചെയ്തിട്ട് യൂണിഫോം സ്പീഡ് എടുത്ത്, യൂണിഫോം സ്പീഡാണ് എടുക്കണേ, എന്നിട്ട് അതിന് കുറച്ചൊന്ന് ഞാൻ സ്ലോ ആക്കി വെച്ചു. അല്ലെങ്കിൽ ഭയങ്കര സ്പീഡിൽ പോണ പോലെയാണ്. ഇത്രയും ഒന്ന് സ്ലോ ആക്കി വെച്ചിട്ട് കണ്ടോ? അപ്പോൾ ഒരുപാട് സ്പീഡിലല്ല, പതുക്കെയാണ് അവൻ റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ അതോടൊപ്പം എനിക്കൊന്ന് സൂമിങ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ക്ലിപ്പിൻ്റെ ഫസ്റ്റ് ഞാൻ കൊണ്ടുവച്ചു. ഈ ക്ലിപ്പിനെ സെലക്ട് ചെയ്തു, വീഡിയോയിലേക്ക് വരാം. വീഡിയോയിലേക്ക് വന്നതിന് ശേഷം കണ്ട സ്കെയിലുണ്ട്, പൊസിഷനുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാന്നുണ്ടെങ്കിൽ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഡോട്ടുകളാണ് കീ ആഡ് ചെയ്യാനുള്ള ഡോട്ടുകൾ. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇതൊന്ന് ഓണാക്കി. ഇത് ഒരെണ്ണം ഓണാക്കിയപ്പോൾ രണ്ടും ഓണായി. എന്തുകൊണ്ടാണ്? ഇതിവിടെ ലോക്കാക്കി വെച്ചിരിക്കുന്നതുകൊണ്ടാണ്. നമുക്ക് ഒരുപോലെയാണ് സൂം ആവേണ്ടത്. അല്ലെങ്കിൽ ചിലപ്പോൾ എക്സ് ആംഗിൾ മാത്രം വലിപ്പം കൂടും, അല്ലെങ്കിൽ വൈ ആംഗിൾ മാത്രം വലിപ്പം കൂടും. ഞാനത് സ്കെയിലിങ്ങിൻ്റെയും ചെയ്തിട്ടുണ്ട്, പൊസിഷനും ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഉദ്ദേശിച്ച ആംഗിളിലേക്ക് നീക്കി വയ്ക്കുമ്പോൾ ഈ പൊസിഷനും കൂടി കീ കൊടുത്തിട്ടില്ലെങ്കിൽ അത് നമ്മൾ ഉദ്ദേശിച്ച പോലെ ആവില്ല. ഇനി ജസ്റ്റ് ഇങ്ങനെ ഇവിടെ എത്തുന്നത് വരെ, ഏറ്റവും എൻഡ് വരെ, ഇവിടെ വരെ വെച്ചതിന് ശേഷം ഞാൻ സൂം ചെയ്യാം. ഇത്ര സൂം ചെയ്തു. എനിക്ക് ഈ ഫ്രണ്ട് ഭാഗമല്ല കാണുന്നത്, ആ ഫ്ലവറിൻ്റെ ഭാഗമാണ്. അപ്പം ഞാൻ എക്സ് ആക്സസും വൈ ആക്സസും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ഒരു പൊസിഷനിലേക്ക് നീക്കി വയ്ക്കാം. കുറച്ചൊന്ന് താഴത്തേക്ക് സെൻറ്റർ ആവാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും ആക്കി വെച്ചു. ഇപ്പം എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. കണ്ടോ? ഒരു സൂമിങ് എഫക്റ്റ് അവിടെ വരികയും ചെയ്തു. ആ വർക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ടൊരു സൂം. കണ്ടോ? ഇനിയുള്ള കാര്യം
ഒന്ന് ശ്രദ്ധിക്കണം. കാരണം എന്നുണ്ടെങ്കിൽ ഈ ക്ലിപ്പിൻ്റെ ഒന്ന് ഞാൻ വലുതാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു നോർമൽ സൂമിംഗ് ആണ്. നോർമൽ സൂമിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന സൂമിങ് ഇങ്ങനെയാണ്. ഇങ്ങനെയല്ലാതെ ഇത്രയും കൂടി പ്രൊഫഷണലി എങ്ങനെയാണ് ഈ കീ ഫ്രെയിം കൊടുക്കണമെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. പുതിയ വെർഷനിൽ ഇതേപോലെ ആയിരിക്കും വിൻഡോ വരിക. പഴയ വെർഷനിലാണെങ്കിൽ ഈ കീ ഫ്രെയിം ആഡ് ചെയ്യണതെല്ലാം ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വിൻഡോയിൽ കാണാൻ പറ്റും. ഇതിനകത്ത് അങ്ങനെ കാണാൻ പറ്റില്ല. അപ്പോൾ അത് എവിടെയാണ് കിടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നില്ലെങ്കിൽ ഈ ക്ലിപ്പിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഷോ കീ ഫ്രെയിം അനിമേഷൻ എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. കണ്ട, അപ്പോൾ ആ ക്ലിപ്പിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള അനിമേഷൻ ഇവിടെ കാണാൻ പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ ക്ലിപ്പിൻ്റെ പേര് കിടക്കുന്നതിൻ്റെ തൊട്ടടുത്ത് ഇതുപോലെ നമ്മുടെ കീ ഫ്രെയിം കൊടുക്കുന്ന ഈ ഒരു സിമ്പിൾ തന്നെ ഇവിടെ കാണാൻ പറ്റും. ആ സിമ്പിളിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോഴും നമ്മുടെ ഈ അനിമേഷൻ എക്സ്പാൻഡ് ആയിട്ട് വരും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റത്തെ കീ ഫ്രെയിം നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള കീ ഫ്രെയിംസ് ഒന്ന് നമുക്ക് ഈ ക്ലിപ്പിൻ്റെ മുകളിൽ കാണാൻ പറ്റും. കണ്ടോ, ഇവിടെ ചെറിയ ഡോട്ടായിട്ട് കാണാൻ പറ്റും. കണ്ടോ, ഇവിടെ ഒരു ഡോട്ടായിട്ട് കാണാൻ പറ്റും. ഈ എൻഡിലും ഒരു ചെറിയ ഡോട്ടായിട്ട് കാണാൻ പറ്റും. കൂടാതെ സെയിം ഡോട്ടാണ് ഇവിടെ ഈ കാണുന്നത്. ഇതിനകത്ത് ഫസ്റ്റ് ഡോട്ടിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ ഇവിടെ ഹൈഡായിട്ട് കിടന്നിരുന്ന ഈ സിമ്പിൾസ് എല്ലാം തന്നെ ആക്ടിവേറ്റ് ആയി. അപ്പോൾ ഇതിനകത്ത് എന്താ എനിക്ക് വേണ്ടത്? സ്ലോ ആയിട്ട് സ്പീഡിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ നേരത്തെ സ്പീഡ് റാമ്പിങ്ങിൽ പഠിച്ചിരുന്നു. മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് കൂടും, താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ സ്പീഡ് കുറയും. സെയിം ഒരു ആക്ഷൻ ഇവിടെ നടക്കുന്നുണ്ട്. ഈസ് ഇൻ ഈസ് ഔട്ടാണ്. കണ്ടോ, ഈസ് ഇൻ എന്നുള്ളത് ഈ നമ്മുടെ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഈസ് ഇൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ കണ്ടോ, ഇടയിലൊരു ചെറിയൊരു ഡോട്ട് കൂടി വന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് ഒരു ഹാൻഡിലാണ്. നമുക്ക് ഈ ഹാൻഡിലിനെ നമ്മുടെ ഇഷ്ടം പോലെ അറേഞ്ച് ചെയ്ത് വയ്ക്കാൻ പറ്റും. ജസ്റ്റ് ഇതുമ്മേ ഈ ഹാൻഡിലിനെ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ഇപ്പോൾ ഒരു ആർച്ച് പോലെയായിരുന്നു. അതായത് പതുക്കെ വന്നിട്ട് സ്പീഡായിട്ട് പോകുന്ന ഒരു ആർച്ച് പോലെയായിട്ടുണ്ട്. അത് കഴിഞ്ഞ് നോർമൽ സ്പീഡിലേക്ക് വരാം. ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണ്? നമുക്കിങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് നിൽക്കണ്ട, ഇങ്ങനെ സ്പീഡിൽ വന്നിട്ട് പതുക്കെ സ്ലോ ആയിട്ട് നിന്നാൽ മതി. അപ്പം ഞാൻ ഈ ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്തു. അതിന് ശേഷം ഈ സൗത്ത് എന്ന് പറഞ്ഞ ഈ ഒരു ഇത് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ കണ്ടോ, ഇതിൻ്റെ ഹാൻഡിൽ നേരെ വന്നിട്ടുണ്ട്. ഈ ഹാൻഡിലൊന്ന് ഞാൻ പതുക്കെ താഴത്തേക്ക് ഇങ്ങനെ ആക്കണം. അപ്പോൾ നോക്കിയാൽ മനസ്സിലാവും, ഇത് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒരു സ്ലോവും ആയിട്ടുള്ള ഒരു അനിമേഷനിലായിരിക്കും വർക്ക് ചെയ്യാൻ. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാൻ. കണ്ടോ, ഇതുപോലെ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാനത് ഹൈഡ് ചെയ്യാനായിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഡോട്ടിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ മതി, അത് ഹൈഡ് ആയിക്കോളും. അപ്പോൾ നോക്കി, ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ലാസ്റ്റ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ കാറിനെ റിവീൽ ചെയ്യുന്ന ക്ലിപ്പ് ഫ്രണ്ടിലേക്ക് കയറ്റി വയ്ക്കാം. ഇവിടെ വരെ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കി, ഇങ്ങനെ വന്ന് ബും. ഇത് ഒത്തിരി ലോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇത്തിരി ഫിറ്റായിട്ട് കിട്ടിയാൽ മതി. അപ്പോൾ എന്താ ചെയ്യുക? ജസ്റ്റ് ഒന്ന് അതിൻ്റെ സ്കെയിലൊന്ന് ഞാനൊന്ന് കൂട്ടാണ്. ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് താഴത്തേക്ക് ഇറക്കി വെക്കാണ്ട്. കുറച്ചും കൂടി വേണമെങ്കിൽ സൂം ചെയ്യാം. ഇത്രയും സൂം ചെയ്യാം. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കാണണ്ട, ഇത്രയും മതി. ഇപ്പം എന്താ സംഭവിക്കുക? ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ചാട്ടം ഫീൽ ചെയ്തില്ലേ? ഉണ്ടോ? കാരണം ഇത് ഒത്തിരി ഹൈറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ ചെയ്യണം? ജസ്റ്റ് ഒന്നും കൂടി സൂം ചെയ്യാണ്. ഈ കിടക്കുന്ന കാറിൻ്റെ സെയിം വലിപ്പത്തിലേക്ക് മാറ്റാണ് ഇതിനെ ആദ്യം. എന്നിട്ട് അതിനെ ഒന്ന് താഴത്തേക്ക് ഇറക്കി വെച്ച് കറക്റ്റ് ഏകദേശം ആ ഫ്രണ്ട് ഭാഗം ഒരുപോലെ വരുന്ന രീതിയിൽ ഇത്രയും കൂടി മുകളിലേക്ക് കയറണം. കണ്ടോ? ഇപ്പോൾ അപ്പോഴും ഈ കാറ് ഫുള്ളായിട്ട് കാണുന്നില്ലല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യുക? നേരത്തെ ചെയ്ത സെയിം കാര്യം, ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തു. ഈ പൊസിഷനും ഞാനൊരു കീ ഫ്രെയിം ആഡ് ചെയ്തു. അതിനുശേഷം ഇങ്ങോട്ട് നീക്കി വയ്ക്കുകയാണ്. ഇവിടം വരെ എത്തുമ്പോൾ കാർ എന്താ ചെയ്യേണ്ടത്? പതുക്കെ അതിനെ റിവീൽ ചെയ്ത് വരണം.
ഇത്രയും കാണിച്ചാൽ മതി. എന്നിട്ട് പൊസിഷനിൽ ഈ പറഞ്ഞ പോലെ ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് ഇത്രയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഇങ്ങോട്ട് നീക്കി വെച്ചിട്ടുണ്ട്. ഇത്ര മതി എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നോക്കട്ടെ. അപ്പം ഞാൻ ഇതിൻ്റെയും ഈ പറഞ്ഞ പോലെ ഈസിൻ്റും ഈസ് ഔട്ടും അറേഞ്ച് ചെയ്യാൻ പോവാണ്. ഞാൻ ഇതിനകത്ത് ഒരു ഈസ് ഔട്ടാണ് അറേഞ്ച് ചെയ്യാൻ പോവാണ്. ഓക്കെ, നേരെ ഓപ്പോസിറ്റാണ് ചെയ്ത് ഈസിൻ്റും കൂടി അറേഞ്ച് ചെയ്യും. എന്താ സംഭവിക്കുക? അപ്പോൾ ഒരു സ്പീഡിൽ അങ്ങോട്ട് വന്നിട്ട് സ്ലോവിൽ ആവുന്ന രീതിയിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് അവിടെ വന്ന് ഇങ്ങനെ പതുക്കെ ലാൻഡ് ചെയ്യുന്ന പോലെ ആയിട്ടുണ്ട്. ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഭാഗം എനിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ഹൈഡായിട്ട് പോയാൽ മതി. അതിന് വേണ്ടിയിട്ട് ക്ലിപ്പിലൊന്ന് സെലക്ട് ചെയ്തു, വീഡിയോയിൽ പോയി അതിൻ്റെ ബേസിക്കിൽ വന്നു. ഏറ്റവും താഴത്തേക്ക് വരുമ്പോൾ ഒപ്പാസിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിന് ഞാനൊരു കീ കൊടുത്തു. അതിന് ശേഷം ഇതിനെ ഇങ്ങോട്ട് നീക്കി വെച്ചു. ഒപ്പാസിറ്റി മാക്സിമം അങ്ങോട്ട് കുറച്ചു. കണ്ടോ? ഇത് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് കണ്ടോ, ഇതേപോലെ അവസാനിച്ചു. സോറി. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടൊരു റീൽ അങ്ങോട്ട് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം എങ്ങനെയായിരിക്കും. ഇങ്ങനെ വന്നു, ഒരു ബൂമറാങ് എഫക്റ്റ് തിരിച്ചു വന്നു, തിരിച്ചിങ്ങോട്ട് വന്നു, ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു. അപ്പോൾ ഇത്ര ആയി കഴിഞ്ഞാൽ ഒരു റീൽ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞോ? ഇല്ല. സെക്കൻഡായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു ട്രാൻസിഷൻസ് ആഡ് ചെയ്യാം. ഇവിടെ ട്രാൻസിഷൻ വേണ്ട, ഇവിടെ ഒരു ട്രാൻസിഷൻ ഉണ്ടായാൽ നന്നായിരിക്കും. അപ്പോൾ ട്രാൻസിഷൻസ് എടുക്കുക, അതിനകത്ത് നോക്കുക. ലെൻസ് സൂം എന്ന് പറഞ്ഞ സാധനം എങ്ങനെ ഇടുന്നുണ്ട്. ഇത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇത് ഞാൻ ഉപയോഗിച്ച് നോക്കാം. നമുക്ക് അത് കൊള്ളാം, നോക്കി, അത് കൊള്ളാം. അപ്പം ഞാനത് സെലക്ട് ചെയ്തു. പിന്നെ അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ റെഡ് കളർ വന്നിട്ടുണ്ട്. അതായത് ഈ റെഡ് കളർ വന്നു കഴിഞ്ഞാൽ വീഡിയോ സ്ലോ ആവും പ്ലേ ചെയ്യുന്ന സമയത്ത്, പ്രിവ്യൂ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എൻ്റർ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ കണ്ട പ്രിവ്യൂ റെൻഡർ എന്ന് പറയുന്ന ഓപ്ഷൻ കഴിഞ്ഞു. അവിടെ എല്ലാം ഗ്രീൻ കളറായി. ഇനി വീഡിയോ സ്മൂത്തായിട്ട് പ്ലേ ആവും. ബാക്കിയുള്ള ട്രാൻസിഷൻസ് എല്ലാം ഞാൻ ഇത്തിരി സ്പീഡ് ചെയ്യുന്നുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ വീഡിയോ ഒത്തിരി ലെങ്തി ആയിപ്പോവും. അതുകൊണ്ടാണ്. കൊള്ളാം, നോക്കി, ഇങ്ങനെ ഒന്നു ഇതാ ഇവിടെ ഒന്ന് അവസാനിക്കണം. ഇതിനെ വീണ്ടും ഇവിടെ റെഡ് വന്നിട്ടുണ്ട്. ഒന്ന് ഞാനൊന്ന് എൻ്റർ അടിക്കുകയാണ്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി വേണ്ടത് ഒരു റീലായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് സൗണ്ട് എഫക്ട്സിനാണ്. സൗണ്ട് എഫക്ട്സും കൂടി വരുമ്പോഴാണ് എപ്പോഴും ഒരു റീല് ഭയങ്കര രസകരമാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഓഡിയോയിൽ പോവാണ്. സൗണ്ട് എഫക്ട്സ് ഇതിനകത്ത് ഞാൻ വുഷ് എന്ന് പറഞ്ഞ സൗണ്ടൊക്കെ ഭയങ്കര ഫേമസ് ആണ്. ഇങ്ങനൊരു സാധനം അത് എവിടെയൊക്കെ വേണം എന്നുള്ളതും ഞാൻ നോക്കട്ടെ. അപ്ലൈ ചെയ്ത് നോക്കാം. ഇവിടെ ഒരു വുഷ് ആഡ് ചെയ്യാം. എങ്ങനെയുണ്ട് നോക്കാം. ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് ഈ ക്ലിപ്പിൻ്റെ താഴത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എവിടെ വേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ ആഡ് ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട് കണ്ടോ? നോക്കി. ഇനി ഇവിടെ നമുക്ക് അതേപോലെ തന്നെ ഒരു ട്രാൻസിഷൻ ആഡ് ചെയ്യണം. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇതൊക്കെ ഇതും കുഴപ്പമില്ല. ഈ ഒരു വുഷ് കുഴപ്പമില്ല. ഇവിടെ കിടക്കട്ടെ. നോക്കട്ടെ ഇങ്ങനെയുണ്ട് നോക്കട്ടെ. സോറി, ഇത്തിരി വലുതാക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് പൊസിഷനിലേക്ക് നീക്കി വയ്ക്കാൻ പറ്റും. ഇവിടെ വയ്ക്കാം. വേണ്ട, അതതിന് നല്ല മാച്ച് ചെയ്യുന്നുണ്ട്. തുടർന്നുള്ള സൗണ്ട് എഫക്ട്സും ഞാൻ ഇതേപോലെ ഇത്തിരി സ്പീഡിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ
അപ്പോൾ നമ്മുടെ വീഡിയോ ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിനകത്തേക്ക് ഒരു സോങ് ആഡ് ചെയ്യാന്നുള്ളതാണ്. ഇതിനകത്ത് തന്നെ ഇൻബിൽറ്റ് ആയിട്ടുള്ള സോങ് തന്നെയാണ് ഞാനിപ്പോൾ ആഡ് ചെയ്യണത്, കാരണം വേറെ സോങ്ങിലേക്ക് പോകുന്നില്ല. ഇത് തന്നെ ആഡ് ചെയ്യാം. ജസ്റ്റ് ഇതിനെ ഒന്ന് ഡ്രാഗ് ചെയ്യാം. ഇപ്പം നമ്മൾ ഇട്ടുള്ള എഫക്റ്റിൻ്റെ താഴത്തേക്ക് ഇട്ടിട്ട് നോക്കാം എങ്ങനെയായിരിക്കും. ഇതിൻ്റെ തന്നെ ഇപ്പോൾ ഒരു സോങ് ആഡ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒറ്റയടിക്ക് ആഡ് ചെയ്യണമെന്നില്ല. ജസ്റ്റ് ഈ സോങ്ങിനെ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഏത് ഭാഗത്താണ് നമുക്ക് ഇഷ്ടമുള്ള ഭാഗം തന്നെ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഇവിടം വരെ മതി. ഇനി വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ ഡ്രാഗ് ചെയ്ത് നീളം കൂട്ടാം കേട്ടോ. ഏകദേശം ഇവിടം വരെ കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്നും കൂടി ഞാനൊന്ന് ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണെന്നൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇതേപോലെ ഈ ഫെയ്ഡായി പോകുന്നത് പോലെ തന്നെ നമുക്ക് ഈ സോങ്ങും ഫെയ്ഡായിട്ട് പോകണം. നമ്മൾ സാധാരണ ആപ്ലിക്കേഷനിലൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ വോളിയത്തിൻ്റെ ഒരു കീ ഇട്ടിട്ടാണ് ഇതേപോലെ ഫെയ്ഡ് ഔട്ട് ചെയ്യുക. അല്ലാതെ തന്നെ ഈ കാണുന്ന ട്രാക്കിൻ്റെ സൈഡിൽ കണ്ട ഒരു ചെറിയൊരു ഡോട്ട് ഉണ്ട്. ഇതിനെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പിടിച്ച് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്ലോ ആയിട്ട് കിട്ടും. നോക്കി കണ്ടോ? അപ്പോൾ നോക്കി ഇപ്പം എങ്ങനെയായിരിക്കും തുടങ്ങുമ്പോഴും ഇതേപോലെ തന്നെ നമുക്ക് ഭയങ്കര പെട്ടെന്ന് തുടങ്ങണ്ട എന്നുണ്ടെങ്കിൽ ഈ സൈഡിലേക്ക് പോയാലും ഒരു ചെറിയ ഡോട്ട് ഉണ്ട്. ഇതിനെ ഒന്ന് ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ തുടങ്ങുന്നത് ഫെയ്ഡായിട്ടായിരിക്കും. അതേപോലെ ഇത് കാണിക്കുന്നതും നമുക്ക് ഒന്ന് ഫെയ്ഡ് ഔട്ടായിട്ട് മതി. ഇതിനെന്താ ചെയ്യേണ്ടത്? ഇതിന് ഒപ്പോസിറ്റിക്ക് ഒരു കീ ഇട്ടിട്ട് ചെയ്യേണ്ടി വരും. നമുക്ക് ഇവിടെ എത്തുമ്പോൾ ഇതിനെ കാണിച്ചാൽ മതി. പതുക്കനെ ബ്ലാക്കായിട്ട് പതുക്കെ കയറി വന്നാൽ മതി എന്നുണ്ടെങ്കിൽ ഇവിടെ വയ്ക്കുക. ഒരു കീ ഒപ്പോസിറ്റിക്ക് ആഡ് ചെയ്യുക. നേരെ തിരിച്ച് തുടക്കത്തേക്ക് പോവാം. ഈ ഒപ്പോസിറ്റി ഒന്ന് ഫുള്ളായിട്ട് കുറയ്ക്കാം. എങ്ങനെയായിരിക്കും? കണ്ടോ? ഇത് ഒന്നും കൂടിയും നീളം കൂടുവാണെങ്കിൽ ഈ കീനൊന്ന് പിടിച്ചൊന്നും ഇങ്ങനെ നീക്കി വെച്ചാൽ മതി. അങ്ങനെ ചെറിയൊരു റീല് നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ കളറിങ്ങൊക്കെ ഉണ്ട്. ഞാൻ സ്പീഡായിട്ട് കളറിങ് കാണിക്കാം. കാരണം ഇതിനകത്ത് ഞാൻ പ്രത്യേകിച്ച് വലിയ കളറിങ്ങൊന്നും ചെയ്യുന്നില്ല. ഒരു ഫിൽറ്റർ ഇടാണ് ചെയ്യുന്നത്. എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ. കാരണം അല്ലാതെ ഓരോ വീഡിയോ ക്ലിപ്പിനെ എടുത്ത് വെച്ച് ഒന്നും ചെയ്യുന്നില്ല. ആദ്യം ഇതിൻ്റെ കളർ കറപ്ഷൻ ഒന്ന് ചെറുതായിട്ട് കാണിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ നേരിട്ട് ഈ ക്ലിപ്പിലല്ല കളർ കറപ്ഷൻ ചെയ്യുന്നത്. ഞാൻ അഡീഷണൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഇട്ടിട്ടാണ്. അത് എവിടെയാണെന്ന് കാണിക്കാം. മീഡിയയിൽ പോവാം. ഇതിനകത്ത് താഴേക്ക് വരുമ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷനുണ്ട്. ഒന്ന് ക്ലിക്ക് ചെയ്യുക. കണ്ട ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ എന്ന് പറഞ്ഞിട്ട് ലെയറുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലിപ്പിലെ ഒരു വ്യത്യാസങ്ങളും വരുത്തില്ല. പകരം ചെയ്യുന്ന വ്യത്യാസങ്ങളെല്ലാം ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിലായിരിക്കും. ഈ ലെയറിനെ ഇങ്ങനെ പതുക്കെ ഒന്ന് ഡ്രാഗ് ചെയ്ത് നമ്മുടെ വീഡിയോൻ്റെ മുകളിലേക്ക് ഇട്ടു. അതിന് എത്രയും നീളമുണ്ടോ അത്രയും നീളം വരെ ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. അതിന് ശേഷം ഈ കളർ എന്ന് പറയുന്ന സെക്ഷനിലേക്ക് പോവാം. ഇവിടെ ബേസിക് കളർ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അതിനകത്ത് ഞാൻ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. താഴേക്ക് വരാണെങ്കിൽ വൈബ്രാൻസി കുറച്ചൊന്ന് കൂട്ടി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതുള്ള കളേഴ്സിൽ നല്ല വൈബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന കളേഴ്സ് ഒന്നും കൂടിയും ഡാർക്കായിട്ട് കിട്ടും. കണ്ടോ? കൂട്ടുമ്പോൾ മനസ്സിലാവുണ്ടോ? കുറച്ചൊന്ന് കയറ്റി വെച്ചിട്ടുണ്ട്. പ്ലസ് താഴേക്ക് വരുമ്പോൾ ബ്രൈറ്റ്നെസ് ഞാൻ ഒന്ന് കുറച്ച് വയ്ക്കുന്നുണ്ട്. കാരണം പുറത്തൊരു ലൈറ്റിങ് ഇത്തിരി കൂടുതലാണ്. കളറിൻ്റെ സെക്ഷൻ നമുക്ക് വേറെ ചെയ്യാം കേട്ടോ. കോൺട്രാസ്റ്റ് ഞാനൊരു പൊടിക്ക് കയറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത്തിരി ഡാർക്ക് വീഡിയോ കിട്ടും. ഹൈലൈറ്റ് ഞാൻ ഒന്ന് കുറയ്ക്കുന്നുണ്ട്. കണ്ടോ? അപ്പോൾ ഡീറ്റെയിൽ കുറച്ചും കൂടി ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഹൈലൈറ്റ് ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഷാഡോസ് ഞാൻ ഒന്ന് പൊന്തിച്ച് വയ്ക്കുന്നത് കുറച്ച്. അല്ലേ, നമ്മുടെ ടേസ്റ്റിനനുസരിച്ചാണ് ഞാൻ ഇത്രയും ആക്കി വെച്ചിട്ടുണ്ട്. ബ്ലാക്ക് ഇത്രയും കൂടി ഞാൻ ഡാർക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇത്തിരി ഡാർക്ക് മൂടി പിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്.
ഷാർപ്പ്നെസ് ഞാനൊരു പൊടിക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. ഒരു 3 ഒക്കെയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. വിനിയാറ്റ് ഞാനൊരു കുറച്ച് കോർണർ എനിക്ക് ബ്ലാക്ക് ആയിട്ട് കിട്ടാൻ വേണ്ടി ഇത്രയാക്കി വെച്ചിട്ട് അതിൻ്റെ ഫെദർ ഞാൻ കൂട്ടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു എഫക്റ്റ് അവിടെ ആഡ് ചെയ്തെന്ന് അറിയില്ല എന്ന് വെച്ചാൽ അതിൻ്റെ എഫക്റ്റ് കിട്ടുകയും ചെയ്യും. ബസ് ഇത്ര ആക്കി വെച്ചിട്ടുണ്ട്. നോക്കിയാൽ മനസ്സിലാവും, നേരത്തെ കണ്ട ഒരു ഗ്രേഡ് അല്ലല്ലോ ഇപ്പം കാണുന്നത്. ഇത്ര ആക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു ഫിൽറ്റർ ആഡ് ചെയ്യാം. ഇതിനകത്ത് ഞാൻ കുറച്ച് എപ്പോഴും യൂസ് ചെയ്യുന്ന കുറച്ച് ഫിൽറ്റേഴ്സ് ഉണ്ട്. അതെനിക്ക് വളരെ ഇഷ്ടമുള്ളതാണ്. ഒന്ന് ഹാരി പോട്ടർ എന്ന് പറഞ്ഞിട്ടൊരു എഫക്റ്റ് ഉണ്ട്, അതായത് ഒരു ഗ്രീനിഷ് ഫീലായിരിക്കും. അതൊന്ന് ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഒരു ട്രാക്കിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുക. അതിനെ നമുക്ക് വേണ്ട രീതിയിലേക്ക് ഒന്ന് എല്ലായിടത്തേക്കും ഒന്ന് നീക്കി വയ്ക്കുക. നമുക്ക് വേണ്ട രീതിയിലൊന്നും നോക്കാം. അപ്പോൾ കണ്ടോ, ഭയങ്കര ഗ്രീനിഷാണ്. ഇതിൻ്റെ ഒപ്പാസിറ്റി ഈ ഫിൽറ്ററിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒന്ന് ഇങ്ങനെ കുറച്ചാൽ ഇതിൻ്റെ ഒപ്പാസിറ്റി നമുക്ക് വേണ്ട രീതിയിലേക്ക് നോക്കിയാൽ മനസ്സിലാവും. ആ ഗ്രീനൊക്കെ ഒരു വേറെ രീതിയിലേക്ക് ഒന്ന് മാറ്റിട്ടുണ്ട്. കൂടാതെ കുറച്ച് റിച്ച്നെസ് വ്യത്യാസം കാണാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ റെഡാണ്, അത് കുഴപ്പമില്ല. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അത് ശരിയായിക്കോളും. നമ്മളൊന്ന് എക്സ്പോർട്ട് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് നമുക്ക് വേണ്ട പേരൊന്ന് കൊടുക്കുക. എന്താ റാമ്പ് എന്ന് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ട ലൊക്കേഷൻ എവിടേക്കാന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനത് ഡെസ്ക്ടോപ്പിലേക്ക് കൊടുക്കാം, നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട്. മാച്ച് പ്രൊജക്റ്റ് സെറ്റിങ്സിലാണ് കിടക്കേണ്ടാവുക. നമ്മൾ ഈ സെറ്റിങ്സിലൊന്ന് ക്ലിക്ക് ചെയ്യുക. റെസൊല്യൂഷൻ കസ്റ്റമാണ്, കാരണം എന്ന് പറഞ്ഞാൽ 1080 1920 കിടക്കുന്നത്. അതാണ് നമ്മുടെ റീലിൻ്റെ സൈസ്. ഇവിടേക്ക് പോവുകയാണെങ്കിൽ ഇതിനത് വേരിയബിൾ ബിറ്റ് റേറ്റ് ആണ് കിടക്കുന്നത്. ബിറ്റ് റേറ്റ് നമുക്കൊരു 15,000 കൊടുക്കാം. kbps ആണ്. അതിനുശേഷം റീലിനൊക്കെ നല്ല 15,000 ആണ് നല്ലത്. ഇത് kbps ആയതുകൊണ്ടാണ്. mbps ആണെങ്കിൽ 15 കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ 16 കൊടുക്കുക. റീലിന് അത്യാവശ്യം നല്ലൊരു ബിറ്റ് റേറ്റ് ആണ്. കാരണം ഇൻസ്റ്റാഗ്രാം നമ്മൾ ഒരുപാട് ബിറ്റ് റേറ്റിൽ ഒരുപാട് ക്വാളിറ്റിയിൽ കൊടുത്താലും അതൊന്ന് കംപ്രസ് ചെയ്യും. അപ്പോൾ അതിൽ വലിയ കാര്യമായിട്ട് കംപ്രസിങ് നടന്നാലും കുഴപ്പമില്ലാത്തൊരു ബിറ്റ് റേറ്റ് ആണ്. 15,000 kbps ആണ് ഇതിപ്പോൾ കിടക്കുന്നത്. mbps ആണെങ്കിൽ 15 അല്ലെങ്കിൽ 16 കൊടുക്കാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. താഴത്തേക്ക് വരാം. ഓഡിയോ ക്വാളിറ്റി ഇവിടെ 192 കിടക്കുന്നത്. ഞാൻ മാറ്റിയിട്ട് ഒരു 320 കൊടുക്കുന്നുണ്ട്. ഇത്തിരി നല്ല ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ സാമ്പിൾ റേറ്റ് 44,100 കിടക്കുന്നത്. അത് 44,100 ആയാലും കുഴപ്പമില്ല, 48,000 ആണെങ്കിലും കുഴപ്പമില്ല. 44,100 സ്റ്റാൻഡേർഡാണ്. അപ്പോൾ ഞാനത് ആണ് കൊടുക്കുന്നത്. അപ്ലൈ ചെയ്യുന്നു. ഇവിടെ വേണമെങ്കിൽ നമുക്ക് തമ്പനയിൽ ഏതാണ് കാണിക്കേണ്ടത് എന്നുള്ളത് ഇവിടെ വേണമെങ്കിൽ എഡിറ്റ് ചെയ്ത് കൊടുക്കാം. അത് ജനറേറ്റിംഗ് ആവും. താഴത്തേക്ക് വരാണെങ്കിൽ നമുക്ക് ഏത് പോർഷനാണ് കാണിക്കേണ്ടതെന്ന് ഇവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്യാം. ഇത് മതി എന്ന് തോന്നാണ്. അപ്പോൾ ഇത് വെച്ചിട്ടുണ്ട്, സേവ് കൊടുക്കും. കണ്ടോ, അപ്പോൾ തമ്പ് അവിടെ അത് വന്നിട്ടുണ്ട്. ഞാൻ എക്സ്പോർട്ട് കൊടുക്കാം. ഇപ്പോൾ അത് എക്സ്പോർട്ട് ആയിട്ടുണ്ട്. ഓപ്പൺ ഫോൾഡർ ഇവിടെ നിന്ന് തന്നെ കൊടുക്കാൻ പറ്റും. കൊടുക്കാം. ഞാനൊന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇത് കണ്ടോ, 2 എണ്ണം എടുക്കുന്നുണ്ട്. ഇതൊന്ന് അതിൻ്റെ തമ്പ് നമ്മൾ സെലക്ട് ചെയ്തതാണ് കേട്ടോ. ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് റീൽ എഡിറ്റ് ചെയ്യാം. ഇതിനകത്ത് കുറച്ചും കൂടിയും കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും. ലെറ്റേഴ്സൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലെറ്റേഴ്സൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് ഇത്തിരി കൂടി ലെങ്തി ആയിപ്പോകും നമ്മുടെ വീഡിയോ. അതുകൊണ്ടാണ് ഈ ലെറ്റേഴ്സ് ആഡ് ചെയ്യുന്നത് ഇപ്പോൾ കാണിക്കാത്തത്. ഇതുപോലെ അടുത്ത വീഡിയോ ചെയ്യുന്ന സമയത്ത്
ലെറ്റർ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് മാത്രമായിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം. ഈ വീഡിയോയിൽ തന്നെ നമുക്ക് ലെറ്റർ ആഡ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിനും കൂടി രസകരമായിരിക്കും. അത് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നന്ദി. വീണ്ടും പറയുകയാണ്, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കണെ എനേബിൾ ചെയ്യാം. അതേപോലെ തന്നെ ഇതേപോലെ എഡിറ്റിംഗ് പഠിക്കാൻ താല്പര്യമുള്ള ഫ്രണ്ട്സിന് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്രയാണ് പറയാനുള്ളത്. അപ്പോൾ നന്ദി എല്ലാവർക്കും.